UDF മൊത്തത്തിൽ ആലോചിച്ച് ചെയ്യേണ്ടിയാണ്. ജമാഅത്തെ ഇസ്ലാമി ദീർഘകാലം LDFനെ പിന്തുണച്ചവരാണ്. അതിനുശേഷം കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലും എന്നെ ഒരു പക്ഷേ UDFനെ പിന്തുണച്ചത് ആണെന്ന് എൻ്റെ ഓർമ്മ. അവർ ഒരു സംഘടന എന്നുള്ള നിലയിൽ അവർ കാലാകാലങ്ങളിൽ നിലപാട് സ്വീകരിക്കും. എനിക്ക് ആദ്യം പോലെ ഉള്ള എൻ്റെ നിലപാട്, RSPയുടെ നിലപാട്, തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമ്പോൾ ഒരാളിനോടും കടക്ക് പുറത്ത് നിങ്ങളുടെ വോട്ട് വേണ്ട എന്ന് ഞങ്ങൾ പറയാറില്ല. ഈ ഞങ്ങൾ മുന്നോട്ട് വെക്കുന്ന ആശയത്തോട് പൊരുത്തപ്പെട്ട് അതിനുവേണ്ടി വോട്ട് ചെയ്യാൻ ആര് വന്നാലും അത് സ്വീകരിക്കണം എന്നുള്ളത് തന്നെയാണ് RSPയുടെ നിലപാട്. SDP കാര്യത്തിൽ എൻ്റെ RSPയുടെ അഭിപ്രായം ആദ്യം പറഞ്ഞിരുന്നു. അതിനുശേഷം ഐക്യജനാധിപത്യ മുന്നണി തീരുമാനങ്ങൾ കൈക്കൊണ്ടു. ആ തീരുമാനത്തിനനുസരിച്ച് തന്നെ RSP മുന്നോട്ട് പോകുന്നു. അല്ല, അത് VD സതീശൻ പ്രതിപക്ഷ നേതാവ് വിശദീകരിച്ചിട്ടുണ്ടല്ലോ, ആ നിലപാട് തന്നെ. ശ്രീ പിണറായി വിജയനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് ഈ രാജവാഴ്ചയുടെ ഹാങ് ഓവർ മാറിയിട്ടില്ലെന്ന്. അദ്ദേഹം പറയുന്നത് കേരള നിയമസഭ പാസാക്കിയ നിയമങ്ങൾ ഈ നാട്ടിലെ ജനങ്ങളുടെ അവകാശമല്ല എന്ന് പറയുന്ന മൂഢത്തരം ഏതെങ്കിലും ഒരു മുഖ്യമന്ത്രി മുൻപ് പറഞ്ഞിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ഒരു നിയമം നിയമസഭ പാസ്സാക്കുമ്പോൾ അത് പിന്നെ അവകാശമല്ലാതാകുന്നത് എങ്ങനെയാണ്? ആ നിലയിലേക്കുള്ള അബദ്ധസഞ്ചാരം നടത്തുന്ന എല്ലാ ദിവസവും നടത്തുമ്പോൾ ഈ തെരഞ്ഞെടുപ്പ് വേളയിൽ ഓരോ ദിവസം കഴിയുന്നവരും പുതിയ പുതിയ വിഷയം വരുന്നു എന്നല്ലാതെ ഇതൊന്നും അപ്രസക്തമാകുന്നില്ല. ജനങ്ങളുടെ മനസ്സിൽ അത് ആഴത്തിൽ തറയ്ക്കുന്നുണ്ട്. അതാണ് ഇപ്പം ഉള്ളവരെ ഇവിടുന്ന് ഉള്ളവരെ കൊണ്ട് ഇനിയിപ്പം ഉള്ള പ്രശ്നമെന്ന് പറഞ്ഞാൽ എങ്ങനെ നരേന്ദ്രമോദിക്ക് വലിയ തലവേദനയാകും ഇത്രയും അധികം പേരെ മന്ത്രിയാക്കുന്നത് എന്നുള്ളത്. പക്ഷേ ഒരു മനോഭാവത്തിൽ ഒരു മന്ത്രിസ്ഥാനം കണ്ടാൽ ആൾക്കാരങ്ങ് വോട്ട് ചെയ്യും എന്നുള്ള ഒരു മനോഭാവം ഉണ്ടല്ലോ. അതിനുവേണ്ടിയാണല്ലോ ഈ പറയുന്നത്. എന്തോ ഒരു മന്ത്രിസ്ഥാനം കിട്ടിയ കേരളത്തിലെ ജനങ്ങൾ എത്രയോ മന്ത്രിമാരെ കണ്ടിട്ടുള്ളതാണ്, എത്രയോ പ്രഗത്ഭരെ കണ്ടിട്ടുള്ളതാണ്. അവരുടെ മുമ്പിൽ ഒരു മന്ത്രിസ്ഥാനം എന്ന പ്രലോഭനം കൊണ്ട് വോട്ടാക്കാമെന്ന് വിചാരിക്കുന്നവരെ കുറിച്ച് സഹതപിക്കാൻ മാത്രമേ സാധിക്കത്തുള്ളൂ. ഇപ്പോൾ തന്നെ ചേരി തിരിഞ്ഞുകൊണ്ട് ജയിക്കാൻ വേണ്ടിയല്ല, മന്ത്രിയാകുമ്പോൾ ഇന്ന ആൾ മന്ത്രിയാകാൻ വരരുത് എന്നുള്ള നിലയിലേക്ക് വെട്ടു തുടങ്ങുന്ന ഒരു സാഹചര്യം ഇവിടെ നിൽക്കുകയാണ്. ഞാനെന്നും കൺസിസ്റ്റൻ്റായിട്ടൊരു നിലപാടെടുത്തിട്ടുള്ളതാണ്. ഒരിക്കൽ പോലും ഭൂരിപക്ഷം ഇത്ര എന്ന് പ്രവചിച്ചിട്ടില്ല, ഒരാളെ കൊണ്ട് പ്രവചിക്കാൻ ഒക്കത്തുമില്ല. അവിടുത്തെ നിലനിൽക്കുന്ന അന്തരീക്ഷവും സാഹചര്യവും നമുക്ക് മനസ്സിലാവും. ആ സാഹചര്യം മനസ്സിലാക്കുമ്പോൾ കൊല്ലം പാർലമെന്റ് മണ്ഡലത്തിൽ മാത്രമല്ല, പൊതുവെ കേരളത്തിൽ ഐക്യജനാധിപത്യ മുന്നണിക്ക് അനുകൂലമായി തന്നെ ഒരു വികാരമുണ്ട്. അതിൻ്റെ പ്രധാന ഘടകമെന്ന് പറയുന്നത് അതിഭീകരമായ പിണറായി വിരുദ്ധ വികാരവും ഈ തെരഞ്ഞെടുപ്പിൽ നിൽക്കുന്നുണ്ട്. ദേശീയ തലത്തിൽ മതേതരത്വം സംരക്ഷിക്കണം, ജനാധിപത്യ വ്യവസ്ഥയെ സംരക്ഷിക്കണം എന്നുള്ള ഒരു പ്രധാന ഘടകം ഉള്ളപ്പോൾ അതിനോടൊപ്പം തന്നെ അതിശക്തമായ പിണറായി വിരുദ്ധ വികാരവും സമൂഹത്തിൽ നിലനിൽക്കുന്നു.